എല്ലാവർക്കും SCITEC മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനുഷ്യനെ ആദ്യം ചന്ദ്രനിലെത്തിച്ച ദൗത്യം അറിയപ്പെടുന്നത് അപ്പോളോ എന്നാണ്. അപ്പോളോ എന്നത് ഒരു ഗ്രീക്ക് ദേവൻ്റെ പേരാണ്. അപ്പോളോ ദേവൻ ആർച്ചറി അഥവാ അമ്പെയ്ത്ത് എന്ന ആയോധന കലയുടെ ദേവനാണ്. അമ്പെയ്ത്ത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നത് സംഗീതം, നൃത്തം, കവിത, സൂര്യൻ, പ്രകാശം എന്നിവയുടെയൊക്കെ കൂടി ദേവനാണ് അപ്പോളോ. അപ്പോളോ 1 മുതൽ 17 വരെയുള്ള ചാന്ദ്രദൗത്യങ്ങൾ നടക്കുന്ന കാലം. ലോകം 2ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് കരകയറി USA-യും USSRും തങ്ങളാണ് ശക്തരെന്ന് തെളിയിക്കാൻ ശാസ്ത്ര സാങ്കേതിക രംഗത്തും ബഹിരാകാശ പര്യവേഷണ രംഗത്തുമെല്ലാം മത്സരിക്കുന്ന കാലം. സ്പേസ് റേസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹിരാകാശ മത്സരത്തിൽ USSRൻ്റെ കുതിപ്പിന് തടയിട്ടത് ചന്ദ്രനിൽ മനുഷ്യനെ എത്തിച്ചുകൊണ്ടായിരുന്നു. യുദ്ധസമാനമായ ബഹിരാകാശ മത്സരകാലത്ത് നടന്ന ചാന്ദ്രദൗത്യത്തിൽ അമ്പെയ്ത്തിൻ്റെ ദേവനായ അപ്പോളോയുടെ പേര് നൽകിയതിൽ അത്ഭുതമില്ല. എന്നാൽ അതുമാത്രമല്ല, തങ്ങളാണ് ലോകത്തിലെ മികച്ച ജനത എന്ന സന്ദേശമാകും സംഗീതവും നൃത്തവും കവിതയും സൂര്യനും എല്ലാം പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഇന്ന് കാലം ഒത്തിരി മുന്നോട്ട് സഞ്ചരിച്ചു. USSRൻ്റെ തകർച്ചയോടെ സ്പേസ് റേസ് ഏതാണ്ട് അവസാനിച്ചു. പിന്നീട് റഷ്യയും അമേരിക്കയും പരസ്പരം സഹകരിച്ചുകൊണ്ട് ബഹിരാകാശ ദൗത്യങ്ങൾ നടത്തുക പോലുമുണ്ടായി. എന്നാൽ ഇന്ന് USA വീണ്ടും ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാൻ തയ്യാറെടുക്കുകയാണ്. എന്നാൽ അത് പഴയതുപോലെ സ്പേസ് റേസിൽ മുന്നിലെത്താനല്ല, മറിച്ച് ബഹിരാകാശ പര്യവേഷണത്തിൽ നമ്മുടെ ഒരേ ഒരു ഉപഗ്രഹമായ ചന്ദ്രനെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്. അതായത് ചന്ദ്രനിൽ മനുഷ്യൻ്റെ സ്ഥിര സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കുക, ചന്ദ്രനിൽ ലഭ്യമായ ധാതുക്കൾ ഖനനം ചെയ്യാനുള്ള സാധ്യതകൾ തിരയുക, ഗ്രഹാന്തര യാത്രയ്ക്ക് ചന്ദ്രനെ ഒരു ഇടത്താവളമാക്കുക. അങ്ങനെ നീളുന്നു ലക്ഷ്യങ്ങൾ. ഈ ദൗത്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ആദ്യമായി ഒരു വനിതയും വെള്ളക്കാരനല്ലാത്ത ഒരാളും ചന്ദ്രനിൽ കാലുകുത്താനൊരുങ്ങുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ കാടുകളിൽ അലഞ്ഞു തിരിഞ്ഞ് വേട്ടയാടിയ മനുഷ്യർ നാഗരികതകൾ ഭൂമിയിൽ കെട്ടിപ്പടുത്തതുപോലെ ഭൂമിക്ക് പുറത്ത് മറ്റൊരു ഗോളത്തിൽ സ്ഥിരം മനുഷ്യ സാന്നിധ്യം ഉണ്ടാകാൻ ലക്ഷ്യമിടുന്ന ഈ ദൗത്യത്തിന് അപ്പോളോ ദേവൻ്റെ സഹോദരിയും ജനനത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും പ്രകൃതിയുടെയും ഒക്കെ ദേവതയായ ആർട്ടിമസിൻ്റെ പേര് ഏറെ യോജിക്കുന്നതാണ്. ഇനി ആർട്ടിമസ് പ്രോഗ്രാം എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നും നോക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആർട്ടിമസ് പ്രോഗ്രാമിൽ നാസയ്ക്ക് പുറമെ 21ഓളം രാജ്യങ്ങളുടെ സ്പേസ് ഏജൻസികളും നിരവധി സ്വകാര്യ കമ്പനികളും പങ്കാളികളാകുന്നുണ്ട്. നിലവിൽ 3 ആർട്ടിമസ് ദൗത്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ആർട്ടിമസ് 1, ഒരു ആളില്ലാ ദൗത്യമാണിത്. ഇത് 2022 ഓഗസ്റ്റ് 29-നാണ് വിക്ഷേപിക്കാനിരുന്നത്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം ആർട്ടിമസ് 1ൻ്റെ വിക്ഷേപണം സാങ്കേതിക തകരാർ മൂലം മാറ്റിവെച്ചിരിക്കുകയാണ്. ആദ്യമായി ആർട്ടിമസ് പ്രോഗ്രാമുകളിലൂടെ എങ്ങനെയാണ് മനുഷ്യൻ ചന്ദ്രനിൽ എത്താൻ പോകുന്നത് എന്ന് നോക്കാം. സ്പേസ് ലോഞ്ച് സിസ്റ്റം അഥവാ SLS എന്ന റോക്കറ്റാണ് ആർട്ടിമസ് ദൗത്യത്തിനായി നാസ ഉപയോഗിക്കുന്നത്. ഇതിനു പുറമെ മനുഷ്യർക്ക് സഞ്ചരിക്കാനായി ഓറിയോൺ ക്യാപ്സൂൾ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പോലെ ചന്ദ്രന് ചുറ്റും സ്ഥിരമായി നിൽക്കുന്ന ലൂണാർ ഗേറ്റ്വേ, ഈ ലൂണാർ ഗേറ്റ്വേയോട് ഘടിപ്പിച്ചിരിക്കുന്ന ഹ്യൂമൻ ലാൻഡിംഗ് സിസ്റ്റം എന്നിവയാണ് ആർട്ടിമസ് പ്രോഗ്രാമിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ആർട്ടിമസ് ദൗത്യത്തിൻ്റെ പ്രധാന ഭാഗമായ SLS റോക്കറ്റിന് 98.3 മീറ്റർ ഉയരവും ഏകദേശം 26 ലക്ഷം കിലോഗ്രാം ഭാരവുമാണുള്ളത്. 2 സോളിഡ് ബൂസ്റ്റർ റോക്കറ്റുകളും ലിക്വിഡ് പ്രൊപ്പലൻ്റ് എഞ്ചിനും ഉള്ള ഭാഗവും ചേർന്ന് ഈ റോക്കറ്റിന് 39,144 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് നൽകുന്നു. മണിക്കൂറിൽ 36,484 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാനുള്ള ശേഷിയുണ്ട് ഈ റോക്കറ്റിന്. 2000 കിലോമീറ്റർ ഉയരെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് ഈ റോക്കറ്റ് ഉപയോഗിച്ച് ഏകദേശം 95,000 കിലോഗ്രാം ഭാരം എത്തിക്കാൻ കഴിയുന്നു. ഇത് എത്രമാത്രം ശക്തമായ റോക്കറ്റാണെന്ന് മനസ്സിലാക്കാൻ ISROയുടെ ഏറ്റവും ശക്തമായ റോക്കറ്റായ GSLV Mk IIIയുടെ ലോ എർത്ത് ഓർബിറ്റ് പേലോഡ് കപ്പാസിറ്റിയുമായി താരതമ്യപ്പെടുത്തി നോക്കാം. GSLV Mk III ഉപയോഗിച്ച് ലോ എർത്ത് ഓർബിറ്റിലേക്ക് 10,000 കിലോഗ്രാം ഭാരം മാത്രമാണ് എത്തിക്കാൻ കഴിയുക. ഇനി മനുഷ്യൻ ഇന്നേവരെ നിർമ്മിച്ചതിൽ ഏറ്റവും ശക്തമായ റോക്കറ്റ് സാറ്റേൺ 5മായി SLSനെ ഒന്ന് താരതമ്യപ്പെടുത്താം. അപ്പോളോ ദൗത്യങ്ങളിൽ ഉപയോഗിച്ച റോക്കറ്റാണ് സാറ്റേൺ V റോക്കറ്റ്. സാറ്റേൺ V റോക്കറ്റിന് 110 മീറ്റർ ഉയരവും 28,22,000 കിലോഗ്രാം ഭാരവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതുപയോഗിച്ച് ലോ എർത്ത് ഓർബിറ്റിലേക്ക് 1,40,000 കിലോഗ്രാം ഭാരം എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. TLI അഥവാ ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ എന്ന പ്രദേശത്തേക്കുള്ള പേലോഡ് കപ്പാസിറ്റി SLS റോക്കറ്റിന് 45,000 കിലോഗ്രാമും
സാറ്റേൺ Vന് 43,500 കിലോഗ്രാം ഭാരവുമാണ്. ആർട്ടിമസ് ദൗത്യത്തിലെ അടുത്ത പ്രധാന ഭാഗമാണ് ഒറിയോൺ മൾട്ടിപർപ്പസ് ക്രൂ വെഹിക്കിൾ. രാത്രി ആകാശത്ത് കാണുന്ന ഏറ്റവും വലിയ നക്ഷത്ര സമൂഹമായ ഓറിയോൺ അഥവാ വേട്ടക്കാരൻ്റെ പേരാണ് ഈ സ്പേസ്ഷിപ്പിന് നൽകിയിരിക്കുന്നത്. ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിനെ ബഹിരാകാശ പര്യവേഷണത്തിലെ ഒരു പുതുയുഗപ്പിറവിയുടെ പ്രതീകമായിട്ടാണ് നാസ കാണുന്നത്. കാരണം മനുഷ്യരെയും വഹിച്ചുകൊണ്ട് ദീർഘദൂര ബഹിരാകാശ യാത്രകൾ നടത്താൻ ക്ഷമതയുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റാണ് ഒറിയോൺ. ഭാവിയിൽ ചൊവ്വയിലേക്ക് മനുഷ്യരെയും വഹിച്ചുകൊണ്ട് നടക്കാനിരിക്കുന്ന യാത്രകളിലും ഒറിയോൺ സ്പേസ് ക്രാഫ്റ്റിനെയോ അതിൻ്റെ പരിഷ്കരിച്ച രൂപങ്ങളോ ആയിരിക്കും ഉപയോഗിക്കുക. ഒറിയോൺ സ്പേസ് ക്രാഫ്റ്റ് ഭാഗികമായി പുനരുപയോഗിക്കാൻ കഴിയുന്ന ഒരു ബഹിരാകാശ വാഹനമാണ്. ഒറിയോൺ സ്പേസ് ക്രാഫ്റ്റിൽ പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്. അതിൽ ഒന്ന് യാത്രികരെ വഹിക്കുന്ന ക്രൂ മോഡ്യൂളാണ്. ലോക്ഹീഡ് മാർട്ടിൻ രൂപകൽപ്പന ചെയ്ത ഈ ക്രൂ മോഡ്യൂളിൽ 6 യാത്രികർക്ക് വരെ സഞ്ചരിക്കാനാകും. സ്പേസ് ക്രാഫ്റ്റിൻ്റെ രണ്ടാമത്തെ ഭാഗം ക്രൂ മോഡ്യൂളിന് ആവശ്യമായ ഊർജവും പ്രൊപ്പൽഷനും പ്രദാനം ചെയ്യുന്ന യൂറോപ്യൻ സർവീസ് മോഡ്യൂൾ എന്ന ഭാഗമാണ്. എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് എന്ന കമ്പനിയാണ് ഈ ഭാഗം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവ രണ്ടിനും പുറമെ ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റുമായി യോജിച്ചിരിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട്. അത് ക്രൂ മോഡ്യൂളിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത ലോഞ്ച് അബോർട്ട് സിസ്റ്റം ആണ്. വിക്ഷേപണ സമയം എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ലോഞ്ച് അബോർട്ട് സിസ്റ്റത്തിലെ റോക്കറ്റുകൾ പ്രവർത്തിച്ച് യാത്രികരിരിക്കുന്ന ക്രൂ മോഡ്യൂളിനെ സുരക്ഷിതമായ ഒരിടത്ത് എത്തിക്കുകയാണ് ഈ ഭാഗത്തിൻ്റെ കർത്തവ്യം. ഓറിയോൺ ബഹിരാകാശത്തെത്തിയാൽ ഈ ഭാഗം അതിൽ നിന്ന് വേർപെട്ടു പോകുന്നു. കാരണം പിന്നീട് ലോഞ്ച് അബോർട്ട് സിസ്റ്റം കൊണ്ട് ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിന് യാതൊരു പ്രയോജനവുമില്ല. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ മാതൃകയിൽ ചന്ദ്രനെ സ്ഥിരം ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ബഹിരാകാശ നിലയമായിട്ടാണ് ലൂണാർ ഗേറ്റ്വേ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലെ തന്നെ ഭൂമിയിൽ നിന്ന് പല ഘട്ടങ്ങളായി ഭാഗങ്ങളെത്തിച്ച് നിർമ്മിക്കാനും പരിപാലിക്കാനും കഴിയുന്ന ഒരു ബഹിരാകാശ നിലയമായിരിക്കും ഇത്. ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിനോ അതുപോലെ ഭാവിയിൽ നിർമ്മിക്കാനിരിക്കുന്ന ബഹിരാകാശ വാഹനങ്ങൾക്കോ ലൂണാർ ഗേറ്റ്വേയിലേക്ക് ഡോക്ക് ചെയ്യാൻ കഴിയും വിധമാണ് ഇത് രൂപകൽപ്പന ചെയ്യുന്നത്. പവർ ആൻഡ് പ്രൊപ്പൽഷൻ എലമെൻറ്റ്, ഹാബിറ്റേഷൻ ആൻഡ് ലോജിസ്റ്റിക് ഔട്ട്പുട്ട്, യൂറോപ്യൻ സിസ്റ്റം പ്രൊവൈഡിംഗ് റീഫ്യൂവലിംഗ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അഥവാ സ്പിരിറ്റ്, ഇൻ്റർനാഷണൽ ഹാബിറ്റേഷൻ മോഡ്യൂൾ, പിന്നെ ലൂണാർ ഗേറ്റ്വേയോട് ചേർന്നിരിക്കുന്ന ഹ്യൂമൻ ലാൻഡിംഗ് സിസ്റ്റം. ഇത് ആർട്ടിമസ് ദൗത്യത്തിൻ്റെ മറ്റൊരു പ്രധാന ഭാഗം കൂടിയാണ്. പവർ ആൻഡ് പ്രൊപ്പൽഷൻ എലമെൻറ്റ് അഥവാ PPE ആണ് ഈ ബഹിരാകാശ നിലയത്തിനാവശ്യമായ ഊർജം പ്രദാനം ചെയ്യുന്നത്. ഇതിലുള്ള സോളാർ പാനലുകളുടെ സഹായത്തോടെ നിലയത്തിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായ വൈദ്യുതി നിർമ്മിക്കുകയും നിലയത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിശ്ചിത ഓർബിറ്റിൽ തന്നെ നിലനിർത്തുന്നതിനാവശ്യമായ ഇലക്ട്രിക് അയൺ ത്രസ്റ്ററുകളും ഈ ഭാഗത്തിൽ അടങ്ങിയിരിക്കുന്നു. ചന്ദ്രനിൽ ഇറങ്ങാനായി ഭൂമിയിൽ നിന്നെത്തുന്ന യാത്രികർക്ക് താൽക്കാലികമായി തങ്ങാൻ ഉപയോഗിക്കുന്ന മോഡ്യൂളാണ് ഹാബിറ്റേഷൻ ആൻഡ് ലോജിസ്റ്റിക് ഔട്ട്പുട്ട്. ലൂണാർ ഗേറ്റ്വേയുടെ ഇന്ധന സംഭരണിയും വാർത്താവിനിമയ സംവിധാനവുമാണ് സ്പിരിറ്റ് എന്ന മോഡ്യൂൾ. ചന്ദ്രനിൽ ഇറങ്ങാതെ ലൂണാർ ഓർബിറ്റിൽ തങ്ങി പരീക്ഷണങ്ങളും മറ്റും നടത്താൻ പോകുന്ന ഗവേഷകർക്കായി രൂപകൽപ്പന ചെയ്ത ഭാഗമാണ് ഇൻ്റർനാഷണൽ ഹാബിറ്റേഷൻ മോഡ്യൂൾ. ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിലൂടെ ലൂണാർ ഗേറ്റ്വേയിലെത്തുന്ന ബഹിരാകാശ യാത്രികർ ഹാബിറ്റേഷൻ ആൻഡ് ലോജിസ്റ്റിക് ഔട്ട്പുട്ടിൽ തങ്ങിയ ശേഷം ഹ്യൂമൻ ലാൻഡിംഗ് സിസ്റ്റം ഉപയോഗിച്ചാണ് ചന്ദ്രനിൽ ഇറങ്ങുക. HLS അഥവാ ഹ്യൂമൻ ലാൻഡിംഗ് സിസ്റ്റത്തിൻ്റെ നിർമ്മാണ ചുമതല സ്പേസ് എക്സിനാണ്. റോക്കറ്റുകളെ തിരിച്ചിറക്കി പുനരുപയോഗിക്കാൻ കഴിയുന്ന സ്പേസ് എക്സിൻ്റെ സാങ്കേതികവിദ്യയിലെ പരിജ്ഞാനമാണ് ഇത്തരം ഒരു ദൗത്യത്തിലേക്ക് അവരെ യോഗ്യരാക്കിയത്. സ്പേസ് എക്സിൻ്റെ സ്റ്റാർഷിപ്പ് റോക്കറ്റ് കണക്കെ കുതിച്ചുയർന്ന് ബഹിരാകാശ യാത്ര നടത്തി അതേപോലെ തിരിച്ച് വെർട്ടിക്കൽ ലാൻഡിംഗ് നടത്താനാകും വിധമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പരിഷ്കരിച്ച രൂപമാകും ആർട്ടിമസ് പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന സ്റ്റാർഷിപ്പ് HLS. ലൂണാർ ഗേറ്റ്വേയിലൂടെ HLSൽ പ്രവേശിക്കുന്ന യാത്രികരെ ചന്ദ്രനിലെ പര്യവേഷണത്തിനും ഗവേഷണങ്ങൾക്കുമെല്ലാം ശേഷം ഇതേ HLS ഉപയോഗിച്ച് തന്നെ തിരികെ ലൂണാർ ഗേറ്റ്വേയിലെത്തിക്കുന്നു. ഇതാണ് HLSൻ്റെ കർത്തവ്യം. ആർട്ടിമസ് ദൗത്യത്തിലെ പ്രധാന ഭാഗങ്ങളെയും അവയുടെ കർത്തവ്യങ്ങളും പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി ഭൂമിയിൽ നിന്ന് ഒരു ആർട്ടിമസ് ദൗത്യം യാത്ര തിരിച്ച് ചന്ദ്രനിലെത്തി തിരിച്ച് സുരക്ഷിതമായി ഭൂമിയിൽ എത്തിച്ചേരുന്നത് എങ്ങനെയെന്ന് നോക്കാം. SLS റോക്കറ്റ് യാത്രികരടങ്ങുന്ന ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റുമായി ഭൂമിയിൽ നിന്ന് കുതിച്ചുയരുന്നതാണ് ആദ്യ ഭാഗം. SLS റോക്കറ്റുകളിൽ നിന്ന് ആദ്യം ബൂസ്റ്റർ റോക്കറ്റുകൾ വേർപെടുന്നു. പിന്നീട്
മുൻപ് പറഞ്ഞ പോലെ ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലോഞ്ച് അബോർട്ട് സിസ്റ്റം വേർപെടുന്നു. ഓറിയോൺ പേടകത്തെ ഭൂമിക്ക് ചുറ്റിലുമുള്ള ഒരു ഓർബിറ്റിൽ എത്തിച്ച ശേഷം SLS റോക്കറ്റിൻ്റെ കോർ സ്റ്റേജും വേർപെടുന്നു. ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുന്നതിനിടയിൽ ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിലെ ഉപകരണങ്ങളെല്ലാം ഒരിക്കൽ പ്രവർത്തിപ്പിച്ചു നോക്കുകയും സോളാർ പാനലുകൾ വിടരുകയും ചെയ്യുന്നു. ശേഷം SLS റോക്കറ്റിൻ്റെ അപ്പർ സ്റ്റേജ് ഉപയോഗിച്ച് പേടകത്തെ ലൂണാർ ട്രാൻസ്ഫർ ഓർബിറ്റിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിൽ നിന്ന് SLSൻ്റെ അപ്പർ സ്റ്റേജും വേർപെടുന്നു. ഇൻറ്റരം ക്രയോജനിക് പ്രൊപ്പൽഷൻ സ്റ്റേജ് എന്നാണ് SLSൻ്റെ അപ്പർ സ്റ്റേജ് അറിയപ്പെടുന്നത്. ഇതിനുശേഷം ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റ് ചന്ദ്രനെ ലക്ഷ്യമാക്കിയുള്ള യാത്ര ആരംഭിക്കുന്നു. ചന്ദ്രൻ്റെ ഓർബിറ്റിന് സമീപം എത്തുമ്പോൾ ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിലെ യൂറോപ്യൻ സർവീസ് മോഡ്യൂളിലെ പ്രൊപ്പൽഷൻ സിസ്റ്റം പ്രവർത്തിക്കുകയും ലൂണാർ ഗേറ്റ്വേയുമായി ഡോക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിൽ എത്തിയ യാത്രികർ ഹ്യൂമൻ ലാൻഡിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ചന്ദ്രന് സമീപമുള്ള ഓർബിറ്റിലൂടെ പറന്ന് ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്നു. ചന്ദ്രനിൽ ഈ യാത്രികർക്ക് ഉപയോഗിക്കേണ്ട റോവറുകൾ, മറ്റുപകരണങ്ങൾ, ബേസ് ക്യാമ്പ് നിർമ്മിക്കുന്നതിനാവശ്യമായ സാമഗ്രികൾ എല്ലാം പ്രത്യേകം ദൗത്യങ്ങളായിട്ടാവും ചന്ദ്രനിൽ എത്തിക്കുക. ദൗത്യത്തിന് ശേഷം HLSൽ കയറി തിരിച്ച് ലൂണാർ ഗേറ്റ്വേയിൽ എത്തുന്ന യാത്രികർ ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിൽ ഭൂമിയിലേക്ക് യാത്ര തിരിക്കുന്നു. ഭൂമിക്ക് സമീപം എത്തുമ്പോൾ ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിൻ്റെ യൂറോപ്യൻ സർവീസ് മോഡ്യൂൾ ക്രൂ മോഡ്യൂളിൽ നിന്ന് വേർപെടുകയും ക്രൂ മോഡ്യൂളിലെ ചെറിയ റോക്കറ്റ് എഞ്ചിനുകൾ പ്രവർത്തിച്ച് ക്രൂ മോഡ്യൂളിൻ്റെ ഹീറ്റ് ഷീൽഡ് ഭൂമിക്ക് അഭിമുഖമായി കൊണ്ടുവരികയും ചെയ്യുന്നു. ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ അന്തരീക്ഷം ഉണ്ടാക്കുന്ന ഘർഷണം ചെറുക്കാനായി നിർമ്മിച്ചതാണ് ഹീറ്റ് ഷീൽഡുകൾ. ഹീറ്റ് ഷീൽഡുകൾ പോലെ തന്നെ പറന്നുയരുന്ന സമയമുണ്ടാകുന്ന ഘർഷണം ചെറുക്കാനും ഫൈബർ ഗ്ലാസിനാൽ നിർമ്മിതമായ ബൂസ്റ്റ് പ്രൊട്ടക്റ്റീവ് കവർ എന്നൊരു സംവിധാനവും ഈ ക്രൂ മോഡ്യൂളിൽ ഉണ്ട്. അന്തരീക്ഷ കർഷണവും പാരച്യൂട്ടുകളും ഉപയോഗിച്ച് വേഗത കുറയ്ക്കുന്ന ക്രൂ മോഡ്യൂൾ സമുദ്രത്തിൽ പതിക്കുന്നു. ഈ ക്രൂ മോഡ്യൂൾ അടുത്ത ദൗത്യത്തിനായി ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുന്നു. 3 ആർട്ടിമസ് ദൗത്യങ്ങളാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ 3ാമത്തെ ദൗത്യത്തിലായിരിക്കും മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുക. ആ ദൗത്യത്തിലായിരിക്കും ഈ പറഞ്ഞ എല്ലാ ഘട്ടങ്ങളും ഉണ്ടാകുക. ആർട്ടിമസ് 2 ദൗത്യത്തിൽ മനുഷ്യൻ ഉണ്ടാകുമെങ്കിലും അവർ ചന്ദ്രനിൽ ഇറങ്ങുകയില്ല. ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിൽ ചന്ദ്രന് ചുറ്റും കറങ്ങിയ ശേഷം ഭൂമിയിൽ തിരിച്ചെത്തും. ആർട്ടിമസ് 2ലെ യാത്രികർ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്നും 7400 കിലോമീറ്റർ ഉയരെയുള്ള ഓർബിറ്റിലൂടെയാകും ചന്ദ്രനെ ചുറ്റുക. അതിനുശേഷം ഭൂമിയിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുകയും ലൂണാർ ഗേറ്റ്വേ ഒഴികെയുള്ള മുൻപ് പറഞ്ഞ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുകയും ചെയ്യുന്നു. 2022 ഓഗസ്റ്റ് 29 വിക്ഷേപിക്കാൻ തീരുമാനിക്കുകയും സാങ്കേതിക തകരാർ മൂലം മാറ്റിവെക്കുകയും ചെയ്ത ദൗത്യമാണ് ആർട്ടിമസ് 1. ഇതൊരു ആളില്ലാ ദൗത്യമാണ്. ആർട്ടിമസ് 2നുള്ള എല്ലാ ഘട്ടങ്ങളും ഇതിലും ഉണ്ടാകും. 4 മുതൽ 6 ആഴ്ചകളാണ് ഈ ദൗത്യത്തിൻ്റെ ദൈർഘ്യം നിശ്ചയിച്ചിരിക്കുന്നത്. ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റ്, സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്നീ സംവിധാനങ്ങൾ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള യാത്രയ്ക്ക് മുന്നോടിയായി പരീക്ഷിക്കുക, ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക എന്നതാണ് ആർട്ടിമസ് 1ൻ്റെ ലക്ഷ്യം. അപ്പോളോ യാത്രികരെയും കൊണ്ട് സാറ്റേൺ 5 റോക്കറ്റ് കുതിച്ചുയർന്ന കെനഡി സ്പേസ് സെൻ്ററിലെ ലോഞ്ച് കോംപ്ലക്സ് 39Bയിൽ നിന്ന് തന്നെയാണ് ആർട്ടിമസ് 1 യാത്ര ആരംഭിക്കുന്നത്. ബൂസ്റ്റർ സ്റ്റേജിനു ശേഷം 4 RS-25 എഞ്ചിനുകളാണ് SLSന് കരുത്തേകുന്നത്. സ്പേസ് ഷട്ടിൽ ദൗത്യങ്ങളിൽ ഉപയോഗിച്ച വിശ്വാസ്യത കൈവരിച്ച എഞ്ചിനാണ് RS-25. എന്നാൽ 29 നടക്കാനിരുന്ന ലോഞ്ച് മാറ്റിവയ്ക്കാൻ കാരണമായതും ഈ എഞ്ചിനുകൾ തന്നെയാണ്. ലിക്വിഡ് ഓക്സിജനും ലിക്വിഡ് ഹൈഡ്രജനുമാണ് RS-25 ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രൊപ്പലന്റ്. ലിക്വിഡ് ഹൈഡ്രജനിലുണ്ടായ എന്തോ പ്രശ്നം മൂലം കോർ സ്റ്റേജിലെ RS-25 എഞ്ചിൻ വിക്ഷേപണത്തിന് ആവശ്യമായ താപനില കൈവരിക്കാത്തതാണ് 29ലെ വിക്ഷേപണം മാറ്റിവയ്ക്കാൻ കാരണം. മാറ്റിവെച്ച വിക്ഷേപണം സെപ്റ്റംബർ 3-ാം തീയതി നടക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അപ്പോളോ ദൗത്യത്തിൽ നിന്ന് വിഭിന്നമായി 21ഓളം രാജ്യങ്ങളും സ്വകാര്യ കമ്പനികളും പങ്കാളികളാകുന്ന ആർട്ടിമസ് ദൗത്യം ബഹിരാകാശ ഗവേഷണത്തിനും മനുഷ്യരാശിക്കു തന്നെയും പുതിയൊരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ശാസ്ത്ര വിഷയങ്ങളിൽ താൽപ്പര്യമുള്ള സുഹൃത്തുക്കളുമായി വീഡിയോ ഷെയർ ചെയ്യുക. തുടർന്നും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.